നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിദ്ധർ 8-ാം നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരിക്കുന്നതായും ഇന്നും മീനിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്നു എന്നും ഈ മല കയറാൻ ഏകദേശം 1050 ഫീറ്റ് ഉയരവും 650 സ്റ്റെപ്സുമാണ്. ഇദ്ദേഹത്തെ കാണുന്ന മൂലം പല രോഗങ്ങളും മാറിക്കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ആ കാലഘട്ടങ്ങളിൽ പാറകളിൽ തന്നെ കൽവെട്ടിയ പല ശില്പങ്ങളും ഇന്നും അവിടെ ആരാധിക്കപ്പെടുന്നുണ്ട്. ഇന്ന് ഞാൻ മച്ചമുനി സിദ്ധറിനോടൊപ്പം ഞാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പോകാം. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കറക്റ്റ് നിൽക്കുന്ന മധുരയിലെ മധുരയെന്ന് പറയുന്നതിനെ കാട്ടി തിരുപ്പറം കുണ്ട്രം എന്ന് പറഞ്ഞ ക്ഷേത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ ക്ഷേത്രത്തിന് തൊട്ട് ബാക്കിലുള്ള ഒരു സിദ്ധറുണ്ട്. സിദ്ധറൊന്നും സാധാ സിദ്ധറൊന്നുമല്ല, 18 സിദ്ധറുകളിൽ മെയിൻ ഒരാളും കൂടിയാണ്. നമ്മൾ അഗത്യർ ബോഗർ എന്നുപോലെ തന്നെ ഒരു സിദ്ധറാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുമ്പോൾ മച്ചമുനി സിദ്ധർ എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി കുറേ ഉണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ടെന്നെല്ലാം പറഞ്ഞു പോവാം. അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് ആ ഒരു സ്റ്റെപ്സൊക്കെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് ആ ഒരു ഭാഗം. ഇതിന് തൊട്ട് ബാക്കിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. അവിടെ ഒരു കുളം കണ്ടോ. കുളത്തിന് ഈ ഒരു വശത്തൂടി ഏതാണ്ടൊരു അമ്പലത്തിനടുത്ത് നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. ബൈക്കിലാണെങ്കിൽ പ്രശ്നമില്ല, ലൊക്കേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വരാം. അതുപോലെ നിങ്ങളിപ്പം നടന്നു വരികയാണെങ്കിൽ കുറച്ചും കൂടി പയ്യെ സാധാരണത്തിലൊക്കെ വന്നാലും മതി. എനിക്കൊന്ന് കുറച്ചും കൂടി രാവിലെ വരുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പം വേറെ 2-3 അവിടെ സ്ഥലത്തൊക്കെ കയറിയിട്ട് വരുന്നുണ്ടാണ്. ഏകദേശം സമയം ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഏകദേശം സമയം ഇപ്പം 2:30 കഴിഞ്ഞ്. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പം ഞാനെന്തെങ്കിലും അഡീഷണൽ വേറൊരു ബോട്ടിലും കൂടി മേടിച്ചിട്ടുണ്ട്. വെള്ളം ഇല്ല, മറ്റേ കൊണ്ടുവന്നത് തീരുന്നു കേട്ടോ. അപ്പോൾ ഈ മച്ചമുനി സിദ്ധർ എന്തിന് ഇവിടെ വന്നു, ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി, അതുപോലെ ഈ 18 സിദ്ധറിൽ എങ്ങനെ ഈ ഒരു മച്ചമുനി സിദ്ധറായി മാറി എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് പറഞ്ഞതായിരിക്കും. അപ്പോൾ ഏകദേശം ഇത്ര സ്റ്റെപ്സ് നടന്നു വരിക കേട്ടോ. നടന്നു വന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് തന്നെ. നമ്മളെ കാത്തുകൊണ്ട് കുരങ്ങന്മാർ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ എനിക്കൊന്ന് ഇത്ര സ്റ്റെപ്സ് കയറി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, കണ്ടില്ല. അപ്പോൾ എന്തെങ്കിലും കുറച്ചേരം ഇവിടെ ഇരിക്കാം. അപ്പോൾ ഈ വട്ടം ഒരു ക്ഷേത്രത്തിൽ വരുന്നതിന് കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പ്രൂഫെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ കയറിയത്. നമ്മളിപ്പം കൊല്ലത്തുനിന്ന് വരുന്നുണ്ടായിരിക്കാം. അപ്പം ഇപ്പോൾ ഫ്രണ്ടിൽ മൊത്തം പോലീസുകാരാണ് കേട്ടോ. അപ്പോൾ അവരാണ് നോക്കിയിട്ടൊക്കെയാണ് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് അകത്ത് വിടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ഒരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ മൊത്തം കുരങ്ങാ, 1-2 ഒന്നല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അവർ സെപ്പറേറ്റ് പറഞ്ഞ് ബാഗിൽ നിന്ന് ഒന്നും എടുക്കരുത്, എല്ലാം കൈ വെക്കണം എന്നുള്ളതിലാണ്. ഏറ്റവും മെയിനായിട്ട് എൻ്റെ ഈ ഹെൽമെറ്റും ഉണ്ട്, ബാഗ് ഞാൻ പുറകിലാണ് വെച്ചിരിക്കുന്നത്. പിന്നത്തെ വിഷയം എൻ്റെ ഫോണും. മെയിൻ ഇത് 3 ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ 1-2 ഒന്നുമില്ല, ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പം ഞാനൊരു 100 സ്റ്റെപ്സ് ഉണ്ടാകും വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. വന്നപ്പോൾ തന്നെ നമുക്ക് ഇവിടെ അത്യാവശ്യം ഇതുണ്ടോ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ദയവ് ചെയ്ത് ഈ എല്ലാവരും പറയും കുരങ്ങളല്ലേ ഫുഡ് ഒരിക്കലും ഫുഡ് കൊടുക്കരുത്. ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും വയലിൻ്റെ അകത്തേ ഉള്ളൂ. ഒന്നിന് പുറകെ അടുത്ത ഒന്നൊന്നായിട്ട് കയറി വരും. അതപ്പോൾ നമുക്ക് നോക്കിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഇതാണ്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം 100 അല്ല 170 170ാമത്തെ സ്റ്റെപ്പാണ് ഇതുവരെ നമ്മൾ നടന്നു വന്നത്. ഇനി നമുക്ക് മേളിലോട്ട് പോകാം. എല്ലാം റെഡി ആയിട്ട് വേണം മേളിലോട്ട് പോകാൻ. കുരങ്ങുകൾ നമ്മളെ കാത്തു നിൽപ്പുണ്ട്. മാറി ഇപ്പം മാറി കേട്ടോ. ഈ സ്റ്റെപ്സ് ഫുള്ളും കയറണം കേട്ടോ.
അതേപോലെ ഇപ്പോൾ ഈ ഇപ്പോൾ ഈ ഇതിൻ്റെ തൊട്ട് ബാക്ക് കണ്ടോ, ഇവിടെ ഇറങ്ങാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം ഇപ്പോൾ ഒത്തിരി ഒരു സ്ട്രിക്റ്റായിട്ട് വന്നിരിക്കുകയാണ് ആരും ഇറങ്ങല്ലേ എന്നുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഒത്തിരി പേര് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിപ്പോൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുണ്ടെന്ന് മാത്രം. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഈ മച്ചിമുനി സിദ്ധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ വരുന്ന എല്ലാ ജനങ്ങൾക്കും മീനിൻ്റെ രൂപത്തിലാണ് നമുക്ക് ദർശനം കാണിക്കുന്നത് തന്നെ. അവിടെ ഒരു നീരവമുണ്ട്, അതായത് ഗംഗ ഏതാണ്ടങ്ങ് കൈലാസിൻ്റെയോ ഏതാണ്ടങ്ങ് പുണ്യ വെള്ളമാണെന്നാണ് എപ്പോഴും പറയുന്നത്. അതിനകത്താണ് നമ്മുടെ മച്ചിമുനി സിദ്ധർ ഇരിക്കുന്നത്. ഇവിടെ തന്നെ മച്ചിമുനി സിദ്ധർ മീനിൻ്റെ വടിവത്തിലും ഇവിടെ തന്നെയാണ് നമ്മുടെ മച്ചിമുനി സിദ്ധറിൻ്റെ ജീവസമാധി ചെയ്ത സ്ഥലം എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്ര സ്റ്റെപ്സ് കയറുക എന്നുകൊണ്ടാണ് ഞാനധികം മേളിൽ കൂടെ കയറിയിട്ട് ഒരു നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഇവിടെ കുരങ്ങൾ വളരെ വളരെ കാത്തു നിൽക്കുകയാണ്. ഓക്കെ, ഇത് വേണ്ടത് മേളിൽ കയറി പോകുന്നുണ്ടോ? അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയ ഒരു അണ്ണനാണ് കേട്ടോ, ഒരു വടി തന്നു വിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരങ്ങുകളാണ്, അതുകൊണ്ട് ഒന്നും പറയാനും പറ്റത്തില്ല. അപ്പം മിണ്ടാന്ന് പോകുന്നു കേട്ടോ. അതുകൊണ്ട കമ്പെടുത്ത് തട്ടിയതും മിണ്ടാതെ പോകുന്നുണ്ട്. അയ്യോ, എത്രാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്സിൻ്റെ ഇവിടെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, 460. എന്തൊക്കെയാലും കാണുന്നൊരു കമ്പ് എന്നത് നന്നായി. അപ്പം ഇവിടെ ഈ കുഴപ്പമില്ല, ഏറ്റവും മേളി ആ എൻഡിൽ കയറുന്നിടത്താണ് കൂടുതലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കമ്പിട്ട് തട്ടി അത് വേറെ പ്രശ്നമൊന്നുമില്ല എന്നാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഉച്ച സമയത്തൊന്നും വരാതിരിക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും അഭിപ്രായം. അപ്പോൾ എനിക്ക് ചിലപ്പോൾ എൻ്റെ ജോലിയും കാര്യങ്ങളെല്ലാം ഒഴിച്ചിട്ട് കിട്ടുന്ന ആകെ ഞായറാഴ്ചയാണ് ഞാൻ വരുന്നത്. കണ്ടോ, ഇവിടെ വന്ന് നിൽക്കുക, കമ്പുണ്ട് മോനെ, കമ്പുണ്ട്. അങ്ങനെ എന്ന് പറഞ്ഞാൽ ആകെ കിട്ടുന്ന സൺഡേ ആണ്. അപ്പം പലയിടത്തും ലൊക്കേഷൻ അതെല്ലാം നോക്കിയിട്ടാണ് 2-3 സ്ഥലങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് വരുന്നത് തന്നെ. ഒരണ്ണൻ. അപ്പോൾ നമ്മളിതാ ഇനിയും കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഇതുണ്ട്, ഇനിയുണ്ട്. അതാ ഇനിയും ഉണ്ടല്ലോ. ഞാനിപ്പം എങ്കിൽ മേളിൽ കയറിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ നല്ലപോലെ അണയ്ക്കുന്നുണ്ട്. ഞാനെന്തെങ്കിലും താഴെ നിന്ന് വെള്ളം കുടിച്ചിട്ടാണ് വന്നത്. ഇവിടെ വരികയാണെങ്കിൽ കുറേൻ്റെ ശല്യം ഒന്ന് മറ്റേ പോലീസുകാർ പറഞ്ഞായിരുന്നു. അപ്പോൾ തുറക്കല്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അപ്പോൾ ഈ ഒരു സെൽഫി സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ പിടിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഫോൺ മാത്രമൊക്കെ ആണെങ്കിൽ എൻ്റെ കൈ ഊപ്പാടാണ്. അപ്പോൾ മച്ചിമുനി സിദ്ധർ ഒരു മീനിൻ്റെ വടിവത്തിലാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദർശനം കിട്ടാതിരിക്കാം.
അപ്പോൾ ഇത്രയും ദൂരം വന്നിട്ട് കിട്ടിയില്ലെങ്കില്ല നോക്കാം. നല്ലപോലെ വിയർത്തേട്ടാ സത്യം പറഞ്ഞാൽ. എവിടുത്തെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ? ഓ കുഞ്ഞു കുഞ്ഞു വീട് മൊത്തം നോക്കി பார்த்துருக்கேன். ஆனால் அது ஏறுறது மட்டும் தெரியாது எப்படின்னு. ஒரு வழி இருக்கு, ஆனால் எனக்கு தெரியாது. நான் முதல் தடவை வரேன். சரி, അപ്പോൾ ഇതിനടുത്ത് ഒരു ദർഗ ഉണ്ടെന്നാണ് പറയുന്നത്. ദർഗ കൊണ്ടതിൽ അതാണ്. പക്ഷേ ഇതെങ്ങനെ കയറി പോകണമെന്ന് അറിയാൻ വയ്യ. ഇത് നോക്കിയേ, ഒരു പാറയുടെ പകുതി മൊത്തം ഇളകിയിരിക്കുന്ന. ഇനി മിന്നലോ അതെന്തെങ്കിലും ഒന്ന് അടിച്ചതായിരിക്കാം ഇല്ലേ. വിളന്നിരിക്കുക കറക്റ്റ്. ഇതിനു മുമ്പ് ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ ഇതാണ് കേട്ടോ. ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഇതാണ്ടോ കല്ലിട്ട് കയറിപ്പോകുന്ന വിധത്തിൽ മാത്രം ഒരു നമ്മുടെ ഉളിക വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കയറുന്നത്. അന്നത്തെ ആ ഒരു സമയത്ത്. ഇപ്പോഴാണ് ഈ ഒരു സ്റ്റെപ്പ് വന്നത് തന്നെ. അപ്പോൾ നമുക്ക് അതിൽ കൂടെ നടക്കണ്ട, എന്തൊക്കെയാലും സ്റ്റെപ്പിൽ കൂടെ തന്നെ നടന്ന് മേളിട്ട് പോവാം. അപ്പോൾ ഏകദേശം നമ്മൾ മേളി എത്തി കേട്ടോ. മറ്റേത് ആ വഴിയായിരുന്നു. മുമ്പ് ഇത് പാറയായിരുന്നു, ഇപ്പോൾ പൊടിച്ചിട്ട് പിന്നെ ഇവിടെ സ്റ്റെപ്പ് ഇട്ടതാണ്. ആശാന്മാരെല്ലാവരും ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഒന്നൊന്നായിട്ട്. അപ്പോൾ നമുക്ക് കമ്പിൻ്റെ സമയം ആയിരിക്കുകയാണ്. എല്ലാം കണ്ട മിണ്ടാത്തണക്ക് ഇരിക്കുന്നൊക്കെ എല്ലാം കൂടി. എല്ലാം കൂടി ചൂടുണ്ട്. ഓടാൻ പോയത് അവിടെ തളർന്നിരിക്കും. നോക്കി അമ്മാരത്തെ ചൂടാട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് നമ്മളൊരു പച്ചമുനി സിദ്ധർ മീനിൻ്റെ വടിവത്തിൽ ദർശനം കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പം നല്ല താഴ്ചയുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതൊക്കെയല്ല. ഓക്കെ, അതിനകത്ത് കുട്ടി കുട്ടി മീനുകളുണ്ട്. സൂം ചെയ്താൽ കാണിക്കാനൊന്നും പറ്റില്ല, ക്ലിയർ ആകത്തില്ല, കാണാനും പറ്റത്തില്ല. അപ്പം ഇങ്ങോട്ട് വരുന്ന നടപ്പാത ആൾക്കാർക്ക് അപ്പം ഇത് ഇങ്ങോട്ട് വീഴാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റി പാഡ് അവർ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ കാണാം. സംഭവം കണ്ട ആഴം കാണത്തില്ലെന്ന് വിചാരിക്കും, പക്ഷെ നല്ല ആഴം കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞുമ്പൽ ബോയ്സിനകത്തൊക്കെ ഇതുണ്ടല്ലോ, അതേ കണക്ക് അങ്ങ് അകത്ത് പോയിക്കൊണ്ടേ ഇരിക്കും. എത്ര ടണ്ണ് ആഴം, അതായത് എത്ര അടി ആഴം ഉണ്ടെന്ന് പോലും കറക്റ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്ര ഹൈറ്റിലൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ സമ്മതിക്കണമല്ലോ അന്നത്തെ സിത്തറിൻ്റെയൊക്കെ. നോക്കി എല്ലാം ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഫോൺ ഇത് ഏതാണ്ട് ഓഫ് ആവാറായി കേട്ടോ. മീൻ മേളിൽ വന്ന് നിൽപ്പുണ്ട്. ഇവർ സിദ്ധർ കൂടിയാകാം. ഉണ്ട് അതുപോലെ അതിൻ്റെ അടിയും മേളിലുണ്ട് കേട്ടോ. കണ്ടോ കണ്ടോ, വലിയ അത്യാവശ്യം ഒരു 2 ഫീറ്റെങ്കിലും കാണും കേട്ടോ. അത്യാവശ്യം നല്ല നീളമുണ്ട്. അവിടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു സിദ്ധർ എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ള മീനായിട്ട് അറിയപ്പെടുന്ന ഒന്നാണ്. നമുക്ക് അതിനകത്തോട്ട് പോകാം. അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ നിന്നൊരു ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി പോകണം. ഈ കുരങ്ങൾ ഡിസ്റ്റർബൻസാണ്. ഉണ്ട് ഇതിനകത്തും ഉണ്ട് കേട്ടോ. നമുക്കിനിയിപ്പം ഈ ക്ഷേത്രത്തിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അവിടെ ഇവിടെ ഉണ്ടോ, എല്ലാ ചൂടും കൊണ്ട് ഇങ്ങനെ ഇളകിയിരിക്കുകയാണ്. അപ്പം നമ്മൾ അവരെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ നമുക്ക് അകത്തോട്ട് പോവാം. പച്ചമുനി സിദ്ധറിനെ കാണാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ കുരങ്ങിൻ്റെ ശല്യം കൂടുതലാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ 650 സ്റ്റെപ്സും കടന്ന് പച്ചൈമുനി സിദ്ധറിനെ കാണാൻ വേണ്ടി നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ഇത്രയും ദൂരം വന്നേക്ക് തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കും. എങ്ങനെയും സമയം എടുത്താണെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവസമാധിയും ഇവിടെ തന്നെയാണ് ചെയ്തതെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇവിടെ തന്നെ അന്നത്തെ ആ കാലഘട്ടങ്ങളിൽ കൽവെട്ടി പാറകളിൽ തന്നെ ശിവൻ്റെയും മുരുകൻ്റെയും ഗണപതിയുടെയൊക്കെ ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ പിന്നൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 2 കയ്യിലും ഫില്ലാണ്. ഒന്ന് ഹെൽമെറ്റ്, ബാഗ്, അതുപോലെ കമ്പ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ സിദ്ധറിന് കൊടുക്കാനുള്ള ബിസ്ക്കറ്റും കാര്യങ്ങളെല്ലാം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൊടുക്കണം നമുക്ക്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചുറ്റി വളഞ്ഞ് കുരങ്ങന്മാരോട് ഫുള്ളും നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഒരു സമയത്തിനൊടുവിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ദർശനം കിട്ടിയിരിക്കുന്നു. അതായത് മേള് വരെ വന്നില്ല കേട്ടോ. അപ്പോൾ താഴെ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്ര ഒരു ഇതിൽ നമുക്കൊരു ദർശനം കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ എൻ്റെ ചാനൽ മുഖാന്തരം നിങ്ങളെല്ലാവർക്കും അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ 2 വട്ടം വന്നു കേട്ടോ, 2 വട്ടം വന്നു. പക്ഷേ മേള് വരെ വന്നായിരുന്നെങ്കിൽ നമുക്ക് നല്ലപോലെ നിങ്ങൾക്ക് കവർ ചെയ്ത് കാണിച്ച് തരാമെന്ന്. അതേപോലെ 2 സൈഡും ഉണ്ടായിരുന്നു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ദർശനം കാണിക്കുന്നുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ച് തരാം. അപ്പോൾ കുറച്ച് നേരം വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ അങ്ങ് അടിയിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു ലെവലിൽ നിന്ന് നമുക്കൊരു കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു അനുഗ്രഹമാണ്. അതേപോലെ നമ്മളിനി അടുത്ത പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് തൊട്ടടുത്ത് തന്നെ അന്ന് ആ കാലഘട്ടങ്ങളിൽ ചെയ്തു വെച്ച കൽവെട്ടിയുണ്ട്. അതാണ് നിങ്ങളിനി കാണിക്കാൻ പോകുന്നത്. ശരി. ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട അകത്തോട്ട് പോയി. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കല്ലിൽ തന്നെ അന്നത്തെ ആ ഒരു ജനറേഷൻ സമയങ്ങളിൽ അന്ന് തന്നെ ഒരു കല്ലിൽ തന്നെ കുത്തിവെച്ചേക്കുന്ന കേട്ടോ ഈ ശില്പങ്ങളെല്ലാം. ഗണപതി, മുരുകൻ, ശിവൻ, എല്ലാം കടന്ന് പൊളഞ്ഞിരിക്കുക വെയിലത്ത്. നമ്മളൊന്നും ചെയ്യുന്നില്ല, എല്ലാം അങ്ങ് പോവാ. ഇപ്പം മിണ്ടായിരിക്കും. നമ്മളതിനെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. അവിടെ ഇവിടെ നിന്നൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും മേളിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഒരു വ്യൂ എന്ന് പറയുമ്പം ഈ മധുരയുടെ ചുറ്റി തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. മൊത്തം കണ്ട കുഞ്ഞു കുഞ്ഞു വീടുകളായിട്ട് എന്ത് ഭംഗിയാന്നൊക്കെ കാണാൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് ശിവനും പാർവതിയും പല തന്ത്രങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം പാർവതി ലേശം ഒന്ന് മയങ്ങുകയും, അതായത് നല്ല ഉറങ്ങിപ്പോയി. ആ സമയം അതിന് തൊട്ടടുത്തുള്ളൊരു മീനിൻ്റെ രൂപത്തിൽ ഈ ശിവൻ പറയുന്ന എല്ലാം കേട്ട് ആ ഒരു സ്വരൂപത്തിൽ തന്നെ ഒരു കുട്ടിയുടെ ഒരു രൂപമായി ശിവൻ്റെ മുന്നിൽ വന്നിട്ട് ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്ത തന്ത്രങ്ങളെല്ലാം അതേപടി പറയുകയും ഇത് കേട്ട ശിവൻ ഞെട്ടുകയും അന്നേരം പല എന്താ പറയുക ഉപദേശങ്ങളും കൊടുക്കുകയുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻ പാർവതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മീനിൻ്റെ
ഉറവിടത്തിൽ നിന്ന് തന്നെ നീ ഇതെല്ലാം കേട്ടുവെങ്കിൽ നീ സിദ്ധൻ എന്നുള്ളതിനെ അർഹതയാണ്. പലർക്കും പല നന്മകൾ ചെയ്യാനും നീ പ്രാപ്തനാണ്. നീ വലിയൊരു സിദ്ധറായി മാറും എന്നൊരു വാഗ്ദാനം ഒരു പച്ചയമുനി സിദ്ധറിന് കൊടുത്തിരുന്നു. അപ്പോൾ ഈ പച്ചയമുനി സിദ്ധർ എന്ന പേര് ഇതല്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചയമുനി സിദ്ധറിൻ്റെ ഒറിജിനൽ പേര് എന്ന് പറയുമ്പോൾ മത്സ്യ കെ നാദർ അങ്ങനെ ഒരു പേരായിരുന്നു. പിന്നെ അത് മാറി നമ്മളെ പച്ചയമുനി സിദ്ധർ എന്നാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മീനിൻ്റെ ഒരു സ്വരൂപത്തിലാണ് നമുക്ക് കാഴ്ച, അതായത് ദർശനം തരുന്നത്. അപ്പം ഇപ്പോൾ ഈ കിടക്കുന്ന വെള്ളത്തിൽ, അതായത് ഇപ്പം നമ്മൾ പച്ചയമുനി സിദ്ധർ കിടക്കുന്ന ആ ഒരു കുളത്തിൽ വറ്റത്തെ പോലും ഇല്ല. എത്ര വർഷമാണെങ്കിലും ശരി ആ വെള്ളം അതേപോലെ തന്നെ ഇരിക്കും. അതായത് നല്ല ആഴം ഉണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ ആഴം എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റ ഒരു ഡീപ്പായിട്ട് പോകുന്നില്ല, ചരിഞ്ഞായിരിക്കും കേട്ടായി പോകുന്നത്. അപ്പം നമുക്ക് ദർശനം കിട്ടി എന്ന് തന്നെ പറയാം. അതുപോലെ നല്ലൊരു ദർശനം കിട്ടി. 2 ഉണ്ട് കേട്ടോ, 2 പേരെയും കണ്ട് അപ്പുറത്തും ഉണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ ഈ പൊരിയും അതും ഇതൊക്കെ കൊടുക്കുന്നുണ്ട് വരുന്നവർക്ക്, വരുമ്പോഴത്തേക്ക് അത് കൊടുക്കുന്നുണ്ട്. അത് കോമൺ ആണ്. അപ്പോൾ വരുമ്പോഴത്തേക്ക് ഈ പൊരിയും അതുപോലെ തൈരാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ബിസ്ക്കറ്റും നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷേ മേളി വന്നില്ല. എന്നാലും നമുക്ക് ആ ഒരു കാണേണ്ട ഒരു എന്താ പറയുന്നത് ദർശനം അത്രയും കിട്ടി തന്നെ നമുക്കൊരു വലിയ കാര്യം എന്ന് തന്നെ പറയാം. അപ്പം ഇദ്ദേഹത്തിന് ഒരു ശിഷ്യരുണ്ട്, ബൊറാക്ക അങ്ങനെ അതൊരു പേരാണ്. ഇദ്ദേഹത്തിന് ശിഷ്യനാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പല അതായത് മരിക്കാനായിട്ടിങ്ങനെ കിടക്കുന്ന ഒരു സമയത്ത് പച്ചയമുനി സിദ്ധൻ്റെ കയ്യിൽ നിന്നും വിഭൂതി മേടിച്ചുകൊണ്ട് പോയി കൊടുക്കുകയും അതുമൂലം അദ്ദേഹത്തിന് ഒരു നല്ലൊരു ഊർജവും പല ശക്തികളും അദ്ദേഹത്തിന് കിട്ടി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് അദ്ദേഹം പച്ചയമുനി സിദ്ധർ ഇദ്ദേഹത്തിൻ്റെ ഗുരുവാണ്. ഗുരു പല മന്ത്രങ്ങളും തന്ത്രങ്ങളും കാര്യങ്ങളെല്ലാം ശിഷ്യന് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. മൊറാക്ക് എന്നാണ് പേര്. അപ്പം ചെറിയ മിസ്റ്റേക്കൊക്കെ വരും, എല്ലാവരും ക്ഷമിക്കണം. അപ്പം ഞാൻ ഈ മേളിൽ പോയിട്ട് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് കുരങ്ങളെല്ലാം കയറി വരിക, അതോടൊപ്പം എടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇറങ്ങുമ്പോഴാണ് ഡീറ്റെയിൽ എല്ലാം പറയുന്നത് തന്നെ. അതേപോലെ ഈ സിദ്ധറിന് മുരുകൻ്റെ ഒരു ദർശനവും ഇവിടെ കിട്ടി എന്നാണ് പറയപ്പെടുന്നത് തന്നെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വരലാറല്ല, അതായത് ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി ഉണ്ട് എടുത്ത് പറയാൻ തന്നെ. അപ്പം നമുക്കറിയാവുന്ന ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് പറയുന്നതാണ്. അപ്പോൾ ഒത്തിരി വലുതായിട്ട് ലെങ്തി ആക്കുന്നില്ല. അതുപോലെ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മളെ ചാനലിൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് വേണം. നമ്മളിപ്പോൾ കറക്റ്റ് മധുരൈ ഒരു ക്ഷേത്രത്തിന് തൊട്ട് ബാക്കിലാണ്. അതേപോലെ നിങ്ങൾ ബൈക്ക് വരികയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് വരികയാണെങ്കിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്ററൊക്കെ നടന്ന് വരണം കേട്ടോ. ആ ഒരു സുഖമുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇത്രയും കയറി വന്നു കഴിഞ്ഞാൽ ഒരു ദർശനം കിട്ടുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫീലാണ്, നല്ലൊരു വൈബ് സത്യം പറഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇവിടുത്തെ മക്കളെല്ലാവരും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ദർശനം കിട്ടിയാൽ തന്നെ പല രോഗങ്ങളും മാറും എന്നാണ്. അതുപോലെ ഇദ്ദേഹം ഒരു മരുന്നിൻ്റെ ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് എന്നറിയപ്പെടുന്നുണ്ട്. അതായത് ഏതാണ്ട് 8 സൂപ്പർ നാച്ചുറൽ പവർ അതിൽ കൂടുതലും ഇദ്ദേഹത്തിന് ഉണ്ടെന്നാണ്. ഇദ്ദേഹം വീണ്ടും നമ്മളെ ശിവനെ ദാനം ചെയ്ത് ഏതാണ്ട് 200-500 വർഷം ഉണ്ടെന്ന് കേട്ടോ. അപ്പം ഒരു പഴക്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇന്നും അദ്ദേഹം ഒരു മീനിൻ്റെ വടിവത്തിൽ വരുന്ന ഭക്തർക്ക് ദർശനം കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഫുള്ളും ഇറങ്ങി വരുമ്പോഴാണ്, അതുകൊണ്ട് ക്ലിയർ ആവുമോ ഇല്ലെന്നുള്ള അറിയത്തില്ല. ഇതാണിപ്പോൾ നമ്മൾ നടന്നു വന്ന വഴി. ഏതാണ്ട് ഒരു 600-650 സ്റ്റെപ്സ് ഉണ്ട് ഇനി തന്നെ. അപ്പോൾ മച്ചന്മാരെ, നമ്മളടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് വേണം. അപ്പോൾ എനിക്കൊന്ന് ഫേസ് വലുതായിട്ട് ക്ലിയർ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെ ഇട്ട് പിടിക്കുന്നുണ്ട്. ഫുള്ളും ബ്ലാക്കായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം നമ്മൾ മോർ ദാൻ നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. അപ്പം
ഇപ്പോൾ നമ്മൾ എപ്പോഴും അതിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു നമുക്കിനി എന്തൊക്കെയാലും ലോങ് ആയിട്ടൊന്നും ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 അങ്ങനെ ഒരു പാർട്ട് ബി എന്നുള്ള രീതിയിൽ നമുക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണമെന്ന് വെച്ചാൽ വരെ. അപ്പം നമ്മളൊരു ചാനലിന് വേണ്ടി നമ്മൾ ഇത്രയും ദൂരം വന്ന് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അതുപോലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ലൊരു മോട്ടിവേഷനാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ കാണുമ്പോഴത്തേക്കും ഒരു ലൈക്കും കമൻറ്റും ചെയ്യുക. എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം നിങ്ങൾ പറഞ്ഞു തന്നാലും മതി. ഓക്കെ. അപ്പോൾ ദയവേത് നിങ്ങളത് ഈ ഒരു ക്ഷേത്രത്തിൽ വരണമെന്നുണ്ടെങ്കിൽ മോർണിംഗ് വരാൻ നോക്കുക. ഈ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല വെയിലാണ്, ചുട്ട് പൊളവും. ഓക്കെ മച്ചാന്മാരെ, അപ്പം നമ്മളിതാ ഇറങ്ങി ഏതാണ്ട് എത്താറായി. അപ്പോൾ നമ്മൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.